Hi, hello, this is Ashik. You're watching Skylark Pictures Entertainment. അപ്പോൾ പോത്തും ചോര കൊണ്ടൊരുവൾ കൈ കഴുകാനൊരുങ്ങുന്നു. റൈസിൽ വരികയാണ്. വിശേഷങ്ങളുമായി ചേരുന്നു ജോയിച്ചേട്ടൻ, ഹണി റോസ്, RJ രാധിക, റോഷൻ ബഷീർ ആൻഡ് ചന്തു സലീം കുമാർ. വെൽക്കം. വെറും രാധികയായിട്ട് പറഞ്ഞല്ല ഞാൻ പണി RJ രാധിക അല്ല, വെറും രാധിക. സോ ഹൻചേച്ചി, ശരിക്കും ഐ റിയലി റെസ്പെക്ട് യു. എന്താ വെച്ചാല് ഇപ്പോ ആളുകള് സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൂഹം കൽപ്പിക്കുന്ന വില കൊണ്ടും ഒക്കെ ആളുകളെ ബഹുമാനിക്കാറുണ്ട്. അതൊന്നും അല്ലാതെ മറ്റെന്തോ തരത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. എപ്പോഴും വിചാരിക്കുന്ന ഒരാളെ ചന്ദന ഡയലോഗ് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് കണക്ഷൻ തോന്നി എവിടെയെങ്കിലും സാധാരണ ചന്ദന പിടിക്കുന്നതാണ്. ഇത് ചന്ദനെ ഒന്ന് അടിച്ചു മാറ്റിയതാ ഈ ടോൺ. ഞാനല്ലേ ഹീറോ. അതെന്തല്ലോ സജിൻ ഗോവിന്ദ് അല്ലേ? അല്ലല്ലോ, ശ്രീലങ്കയിലെ സാധനമുള്ളത്. അതെ അതെ. ഈ ഡയലോഗ് മനസ്സിലായി പെട്ടെന്ന്? ഇല്ല, ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് മനസ്സിലായി? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ദേവദൂതന്റെ ഡയലോഗ് ചന്തു തൊട്ട് ഞാൻ എല്ലാരും മണ്ടടിച്ചിരിക്കുന്നു. ചന്തു രാത്രി വയനാട്ടിലേക്ക് എങ്ങനെ പോകണം, ഞാൻ ഇവിടെ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കാം. ഔട്ട് മൈൻഡിൽ ഇതും കൂടെ കഴിഞ്ഞാൽ പോവാം. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് എന്നോട് അണിയോട് ചോദിച്ചിട്ട് പെട്ടെന്ന് എന്നോട് ഞാനിതൊന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ. സോ ചേച്ചി, ശരിക്കും റേച്ചൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു, ഞാൻ ഈ പറഞ്ഞ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള, കണ്ടന്റുകളുള്ള, കുറച്ചധികം ചോര കളികളുള്ള സിനിമ. സോ എന്തായിരുന്നു ഇത് സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡം? എങ്ങനെ, എത്രത്തോളം എക്സൈറ്റ്മെന്റ്? ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. കാരണം സിനിമ അത്രയും രസമായിട്ട് വന്നിട്ടുണ്ട്. ഷേപ്ഡ് അപ്പ് റിയലി വെൽ. നമ്മള് സിനിമ കാണുമ്പോഴുമൊക്കെ ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അത്രയും, എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു നല്ലത്. പക്ഷെ എന്നാലും ആ വിഷ്വലി കാണുമ്പോൾ എന്റെ ഒരു ലുക്സോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. തീർത്തും വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് കാണുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ആനന്ദിനിക്കും എബ്രിഡ് ഷൻസാണും തന്നെയാണ് പറയേണ്ടത്. ആനന്ദിനി കഥ എൻ്റെ അടുത്ത് പറയുമ്പം ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. രാഹുൽ മണപ്പാട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ, അതിന് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പം ഒരു ചെറിയ പയ്യനുമാണ്, 19 വയസ്സ് അല്ലെ, 20 വയസ്സിൽ ഉള്ള ഒരു പയ്യനാണ്. അപ്പം അവൻ എഴുതിയ ആ കഥ എന്ന് പറയുന്ന അത്രയും തീക്ഷ്ണമായ ഒരു കഥയാണ് പുള്ളി എഴുതിയേക്കുന്നത്. ആ ലാംഗ്വേജ് അങ്ങനെയാണ് അതിന്റെ. അപ്പം അത് ഒരു സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രങ്ങൾക്കുമൊക്കെ ആ സിനിമയുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു ഹാർട്ട് അതിൽ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഇത് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു കഥാപാത്രം എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ സിനിമയിൽ ഫ്രം ദ ബിഗിനിങ് തൊട്ട് ടിൽ ദ എൻഡ് എന്ന് പറയാൻ പറ്റില്ല, റിലീസ് ചെയ്യുന്നേ ഉള്ളൂ December 6-നാണ്. സോ ആ ഒരു ജേർണി എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ്, ഇത്രയും നാളുകൾക്കുള്ളിൽ ഇടയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ജേർണി എനിക്ക് കിട്ടുന്നത്. ആ കഥാപാത്രമായിട്ട് അതിനെ കൂടുതൽ ആ സിനിമയെ മറ്റു കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ജോയിച്ചേട്ടാ, ശരിക്കും ഈ കാണാൻ ഭംഗിയായിരുന്നു അതോ ഹണി റോസിന്റെ കണ്ണുകൾ കാണാം ഭംഗി കൂടുതൽ? എന്തെങ്കിലും പറയുന്ന എനിക്കറിയാം. നിങ്ങൾ ഏത് യൂണിവേഴ്സാണ്? ഞാൻ പ്രോസസ് ചെയ്യാൻ സമയം എടുത്തു. അവിടെ റേച്ചലിന്റെ അല്ലെങ്കിൽ ഹണി റോസിന്റെ കണ്ണുകൾക്ക് പ്രാധാന്യം പോത്തിന്റെ കണ്ണുകൾക്കായിരുന്നു. ഓക്കെ, റോഷൻ, ശരിക്കും ഈ പ്രണയത്തിന്, റേച്ചലിനോടുള്ള പ്രണയത്തിന് സ്വാഭാവികമായിട്ടും റേച്ചലിന് ഒരു ചോരമണം കൂടി ഉണ്ട്. സോ ഈ പ്രണയത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ, ചോരമണം ഉണ്ടോ? അതിപ്പോ ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും കാണണം. കാരണം നിങ്ങൾ ട്രെയിലർ കണ്ട പരിപാടിന്റെ അത് ചെറിയൊരു അതിന്റെ ഒരു 10% നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി വലിയൊരു സംഭവം കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രണയത്തിൽ ചിലപ്പം ചോരമണം കാണുമായിരിക്കും. ബേസിക്കലി നമ്മളെ കൈയൊക്കെ മണക്കുവരുത്, കാരണം നമ്മളെപ്പോഴും ഇറച്ചി വിട്ടുവരും. നാച്ചുറലി നമുക്കൊരു ചോരമണം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് നിക്കോളസ് എന്നാണ്. ഇച്ചിരി എന്താ പറയുക, റൂറൽ ആയിട്ടുള്ളൊരു പയ്യനാണ്. ഇതിലൊരു ജോലി തേടി വരുന്ന ഒരു ക്യാരക്ടറാണ് അത്. പോത്ത് ജോയി എന്ന് പറയുന്ന
ബാബുരാജനും ചെയ്ത ക്യാരക്ടറിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാനതിൽ വന്നുപെടുന്നത്. പിന്നെ കഥയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ പ്രണയം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അതൊരു അത് അത് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ളത്. അതങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നമ്മുടെ ക്യാമറ ചെയ്തേക്കുന്നത് സ്വരൂപേട്ടനാണ്. ഒരു ആനന്ദിനി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പെയിന്റിങ് പോലത്തെ വിഷ്വൽസ് വേണം എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. ഈ സാധനമാണ് നമുക്ക് ഇഷ്ടം. ശരിക്കും ചന്ദ്രന്റെ അല്ല, ചന്ദ് വന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നത്, എടാ ഈ പടത്തിൽ എന്റെ ക്യാരക്ടർ പേരെന്താ? ആക്ച്വലി 2 കൊല്ലം മുന്നേ ആയില്ലേ ഇതിനിടയ്ക്ക് ചന്തു ഒരുപാട് കുറെ സിനിമകൾ എവിടെ എത്തി. ഞാനിപ്പോ ചന്ദുവിനെ കാണുമ്പോൾ പറയുന്ന കാര്യം വെച്ചാൽ ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് ചന്തുവിന്റെ തലവര മാറിയത്. കാരണം ആ ഒരു സമയത്താണ് ചന്തു മഞ്ഞുമലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചന്തു ഞങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ഒരേ സമയം ആകാശത്തും പാതാളത്തും പോയി. അതെ. ലോകയുണ്ടായി, അനിമൽ ബോയ്സ് ഉണ്ട്. അതെ അതെ. എനിക്ക് അതെ മമ്മൂക്കയുടെ ഒരു മാറ്റർ ആയിരുന്നു. അതായത് എന്റെ വെഡിങ്ങിന്റെ ഒരു വീഡിയോ ഇഷ്യൂ മമ്മൂക്ക എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എനിക്കല്ല, എന്റെ വൈഫിന്റെ മദറിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഒട്ടും എക്സ്പെക്ടഡ് ആയിരുന്നില്ല. അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലിരിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും. എന്തായിരിക്കും? ബീമത്സം. അതെന്താന്ന് അത് ലൈക്ക് പറയണ്ടായിരുന്നു. അല്ല അതല്ല, ബീമത്സം പറഞ്ഞേക്കാം, ചുമ്മാ പറഞ്ഞതിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അതായത് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിൽ എന്ത് ടൈപ്പ് ഓഫ് ഭാവങ്ങൾ ത്രൂ ഔട്ട് ഒരു ഇപ്പം എനിക്ക് മഹേഷ് ബാബു സാറുടെ വലിയ ഫാനാണ്. അപ്പം അതിൽ ആക്ഷൻ ഉണ്ട്, അതിൽ റൊമാൻസ് ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കരുണം. എനിക്ക് ഒരു പ്രേതമായി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്രയും നേരം പ്രേതങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. അത് ശരിയാ, പ്രേതം ചെയ്തിട്ടില്ല. തളപതി വിജയ് സാറിനെ കണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു മൊമെന്റ്. പിന്നെ ഭൈരവ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ കാണുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു സോങ് ഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ദൂരെ ഇങ്ങനെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഈ നടന്നു വരുന്ന സമയത്ത് ഒരാളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, വേറെ ആരെയോ വിളിക്കണം. ഈ ഒരു മൂവ്മെന്റ് ഇട്ടപ്പോൾ ഞാൻ കരുതി എന്നെയാണോ ഇത്. അപ്പം ഞാൻ വീണ്ടും വന്ന് റിയലൈസ് ചെയ്യണം, ശരിക്കും എന്നെ തന്നെയാണോ എന്ന്. അപ്പം നമ്മൾ അത്ര പോലും നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഹഗ്ഗൊക്കെ തന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അതൊരു ഭയങ്കര ഒരു മൂവ്മെന്റ്.